Hello, my dear students. Welcome back to Professional Business Skills. നമ്മൾ ഇന്ന് 50ാമത്തെ സെഷനിലാണ്. ഈ സെഷനിൽ നമ്മൾ ഈ ഇൻ്റലിജൻറ്റ് ഏജൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇൻ്റലിജൻറ്റ് ഏജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം, ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. ഇത് യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത, നമ്മൾ ഇൻ്റർനെറ്റിലൂടെ എന്തെങ്കിലും ആക്സസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിൻ്റെ സഹായം കിട്ടുന്നു. എന്നിട്ട് ഈ ഇൻ്റലിജൻറ്റ് ഏജൻ്റാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് ആ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇൻ്റർനെറ്റിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻഫർമേഷൻസ് പെട്ടെന്ന് തന്നെ എടുത്തു തരുന്നത്. ഇത് ചില സമയത്ത് ഇൻ്റർനെറ്റിൽ ഈ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് മറ്റുള്ള ഏജൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് തരാറുണ്ട്. അത് ആ ഇൻ്റലിജൻറ്റ് ഏജൻറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന അൽഗോരിതം അനുസരിച്ചിട്ടാണ് മറ്റുള്ള ഏജൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഇൻ്റലിജൻറ്റ് ഏജൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മൊബിലിറ്റിയാണ്. എന്താണ് മൊബിലിറ്റി വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് പ്രത്യേകിച്ചും ഇ-കോമേഴ്സ് ട്രാവലിംഗ് നടത്തുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്, കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ. ഇപ്പം നമ്മളൊരു വസ്തു, ഇപ്പം നമുക്കൊരു സാധനം മേടിക്കണം. അപ്പം നമ്മൾ ആ സാധനം ഇപ്പോൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഏതൊക്കെ വെബ്സൈറ്റ്സിൽ അവൈലബിൾ ആണെന്നുള്ളത് ഈ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് സെർച്ച് ചെയ്ത് നമുക്ക് തരുന്നുണ്ടാവും. ഓക്കെ, സോ നമ്മൾ കൊടുക്കുന്ന എന്താണ് നമ്മൾ കൊടുക്കുന്ന ഒരു ഡീറ്റെയിൽ, ആ ഡീറ്റെയിലിനെ ബേസ് ചെയ്തിട്ടാണ് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പം എപ്പോഴും ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ എന്താണോ ടാസ്ക് കൊടുത്തിട്ടുള്ളത് ആ ടാസ്ക് എന്ത് ചെയ്യുന്നു, ഒരു മെഷീനിൽ നിന്നും മറ്റു മെഷീനായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ വളരെ മുൻകൂട്ടി ചിന്തിച്ചിട്ടുള്ള രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം യാതൊരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻസും ഇല്ലാതെ, യാതൊരു ഹ്യൂമൻ സൂപ്പർവിഷനും ഇല്ലാതെ സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുത്ത് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നതാണ് ഈ ഒരു ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്. ഇപ്പം നമ്മുടെ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ശരിക്കും ഈ യൂസറിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ഏജൻസുമായിട്ട് ഇൻഡിപെൻഡൻ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഈ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് പേര് പറയുന്ന പോലെ തന്നെ വളരെ ഇൻ്റലിജൻ്റ് ആണ്. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ളൊരു കഴിവ് നമ്മുടെ ഇൻ്റലിജൻറ്റ് ഏജൻറ്റിനുണ്ട്, ഓരോ സിറ്റുവേഷൻസ് എൻവയോൺമെൻറ്റ് നോക്കിയിട്ട്. പിന്നെ നമ്മുടെ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഈ നെറ്റ്വർക്കിലുള്ള നെറ്റ് ട്രാഫിക് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ള ഏജൻറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് വളരെ ക്വിക്കായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പം ശരിക്കും നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ട്രാഫിക് അത് വളരെ എഫിഷ്യൻ്റായിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻ്റലിജൻറ്റ് ഏജൻറ്റിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് മൾട്ടി ടാസ്കിങ്. ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതലായിട്ട് ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ ഇൻ്റലിജൻറ്റ് ഏജൻറ്റിന് കഴിവുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഇ-കോമേഴ്സിൽ എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് നോക്കാം. ശരിക്കും നമ്മുടെ ഇ-കോമേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഈ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടു കൂടിയിട്ടാണ് വളരെ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആദ്യമൊക്കെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റിയും അതിൻ്റെ ഹ്യൂജ് ഡിസൈനും അതുപോലെ തന്നെ വളരെയധികം എക്സ്പേർട്ട് അസിസ്റ്റൻറ്റ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് യൂസ് ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ അത് നിർവചിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഇപ്പോൾ നമുക്ക് നമ്മളുടെ ഇൻ്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഫ്ലോയിൽ ഡേറ്റ മൈനിങ്, പ്രൊഡക്ഷൻ പ്ലാനിങ്, സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ്, അങ്ങനെയുള്ള എല്ലാ ഇ-കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ഇൻ്റലിജൻറ്റ് ഏജൻറ്റിൻ്റെ ടെക്നോളജി ഫോം ചെയ്തിരിക്കുന്നത് ഇ-കോമേഴ്സിൽ. അപ്പം ശരിക്കും നമ്മൾ ഇപ്പോൾ ഇ-കോമേഴ്സിൽ നമ്മളുടെ ഈ ഒരു മാർക്കറ്റിങ്ങിൽ ഒരുപാട് നോളേജ്, ജഡ്ജ്മെൻറ്റും നോളേജും എക്സ്പേർട്സിൻ്റെ വേണ്ടി വരുന്നുണ്ട്.
അതൊക്കെ നമ്മുടെ ഇൻ്റലിജൻ്റ് ഏജൻറ്റ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. നമ്മുടെ ബയേഴ്സിനെ കുറിച്ചുള്ള നോളേജ്, ജഡ്ജ്മെൻറ്റ്, കോൺട്രാക്ട് നെഗോഷിയേറ്റേഴ്സിനെ കുറിച്ചും മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻ്റലിജൻ്റ് ഏജൻറ്റ് നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇ-കോമേഴ്സിൽ ഇപ്പം ഒരു വലിയൊരു ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ മോഡലിനെ കുറിച്ചിട്ടാണ്. കാരണം തിയററ്റിക്കലായിട്ട് നമ്മൾ ഒരുപാട് കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ മോഡൽ നമ്മൾ ഫോളോ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു കൺസെപ്റ്റിലല്ല നമ്മളുടെ ഈ ഇ-കോമേഴ്സിൽ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ മോഡൽ പോകുന്നത്. നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ മോഡൽസ് ഉണ്ട്. നിക്കോസിയ മോഡൽ, ഹവാർഡ് ഷെയ്ത്ത് മോഡൽ, ഏഞ്ചൽ ബ്ലാക്ക്വെൽ മോഡൽ, ബെറ്റ്മാൻ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ, ആൻഡ്രീസിയൻ മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മോഡൽസ് ഉണ്ട്. അപ്പോൾ ഈ മോഡൽസിൻ്റെ പ്രകാരമല്ല നമുക്ക് ഇ കോമേഴ്സിൽ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ മോഡൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലക്സാണ്ടർ പിവിക് ആൻഡ് മഡ്ജ എ 3/4 ഗാംസ് ഇവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ മോഡൽസിൽ നിന്നുമൊക്കെ നമുക്ക് നമ്മുടെ ഇ കോമേഴ്സിൽ ഉൾപ്പെടുത്താവുന്ന രീതിയിൽ 5 ഫണ്ടമെൻ്റൽ സ്റ്റേജുള്ള ഒരു ബൈയിങ് പ്രോസസ്സാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. അത് ശരിക്കും നമ്മളുടെ ഈ ഒരു ഇൻ്റലിജൻ്റ് ഏജൻറ്റ് അതിനൊക്കെ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ 5 ഫണ്ടമെൻ്റൽ സ്റ്റേജസ് എന്താണെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഇ-കോമേഴ്സിൽ നമ്മൾ ജനറലായിട്ട് ഫോളോ ചെയ്യുന്ന പല ഡിഫറെൻറ്റ് തിയററ്റിക്കൽ മോഡൽസിൻ്റെ ഒരു കോമ്പിനേഷനിൽ വന്നിട്ടുള്ള 5 ഫണ്ടമെൻ്റൽ സ്റ്റേജസ്. അതിൽ ആദ്യം വരുന്നത് ഐഡൻറ്റിഫിക്കേഷനാണ്. ഇതിലെല്ലാ സ്റ്റേജസിലും നമ്മളുടെ ഇൻ്റലിജൻ്റ് ഏജൻറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേജിൽ ഐഡൻറ്റിഫിക്കേഷൻ സ്റ്റേജാണ്. ഇതിൽ നമ്മളുടെ ഈ പറയുന്ന ബയേഴ്സ് അവരൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നീഡ് അവർക്ക് ഇതുവരെ സാറ്റിസ്ഫൈഡ് ആവാത്ത ഒരു നീഡ് അത് ഇൻസ്പയറായിട്ട് എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റിന് ഇൻഫർമേഷൻ സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നമ്മളുടെ ഇൻ്റലിജൻ്റ് ഏജൻറ്റിൻ്റെ റോള് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പർച്ചേസിന് ഇൻ്റലിജൻ്റ് ഏജൻറ്റ് ഓൾറെഡി റെഡിയാണ്. അതുപോലെ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള പർച്ചേസിനും ഇൻ്റലിജൻ്റ് ഏജൻറ്റ് ഓൾറെഡി അതിന് കൊടുക്കേണ്ട പ്രോഡക്റ്റ് ഇൻഫർമേഷൻസ് ആയിട്ട് റെഡിയാണ്. പക്ഷേ ചില സമയത്ത് ഈ പറയുന്ന Amazon.com പോലെയുള്ള ഇ കൊമേഴ്സ് സൈറ്റിലൊക്കെ നമുക്ക് കാണാം നോട്ടിഫിക്കേഷൻ ഏജൻറ്റ് അല്ലെങ്കിൽ ഐസ് എന്ന് പറയും. ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറയുന്ന കാറ്റലോഗിൽ നമുക്ക് സെയിൽസിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കാറ്റഗറിയിൽ കാറ്റലോഗ്സ് ഉണ്ട്. ഈ കാറ്റലോഗ്സിൽ ചില പർട്ടിക്കുലർ പ്രോഡക്റ്റ് കമോഡിറ്റീസ് കസ്റ്റമേഴ്സ് ചില പർട്ടിക്കുലർ ഇവൻറ്റിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ളത് നോക്കിക്കണ്ട് അതനുസരിച്ച് അതിനുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന രീതിയിലാണ് നോട്ടിഫിക്കേഷൻ ഏജൻ്റായിട്ട് നമ്മുടെ ഇൻ്റലിജൻ്റ് ഏജൻറ്റ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ പല രീതിയിലും നമ്മളുടെ കസ്റ്റമേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇൻ്റലിജൻ്റ് ഏജൻറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രോക്കറിംഗ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഇൻ്റലിജൻ്റ് ഏജൻറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ബ്രോക്കറിംഗ് 2 രീതിയിലാണ്. പ്രോഡക്റ്റ് ബ്രോക്കറിംഗ് ഉണ്ട്, മെർച്ചൻറ്റ് ബ്രോക്കറിംഗും ഉണ്ട്. എന്താണ് പ്രോഡക്റ്റ് ബ്രോക്കറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ബയ്യർ ഒരു റിക്വയർമെൻറ്റ് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആളെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്ത് ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ഏത് പ്രോഡക്റ്റാണ് വേണ്ടതെന്നുള്ളത് ഡിസിഷൻ എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻ്റലിജൻ്റ് ഏജൻറ്റ് സപ്പോർട്ട് ചെയ്യാറുണ്ട് പ്രോഡക്റ്റ് ബ്രോക്കറിംഗ് എന്നുള്ള രീതിയിൽ. പിന്നെ രണ്ടാമത് മെർച്ചൻറ്റ് ബ്രോക്കറിംഗ് ആണ്. മെർച്ചൻറ്റ് ബ്രോക്കറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ബയ്യറിന് ഇപ്പോൾ പ്രോഡക്റ്റ് ഓക്കെയാണ്, പക്ഷേ ഏത് മെർച്ചൻറ്റിൽ നിന്നാണ് ഇത് ബൈ ചെയ്യേണ്ടത്? ഓക്കെ, ആമസോണിൽ നിന്ന് വേണോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വേണോ, ഏതാണ് വേണ്ടതെന്നുള്ളത് അവർക്ക് ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ മെർച്ചൻറ്റ് ബ്രോക്കറിംഗ് ആയിട്ട് ഇൻ്റലിജൻ്റ് ഏജൻറ്റ് അതിനുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി മൂന്നാമത് നെഗോസിയേഷൻ സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ നമ്മൾ പ്രൈസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിട്ട് മെർച്ചൻറ്റും ബയ്യറും തമ്മിലുള്ള നെഗോസിയേഷനാണ്. അത് കൂടുതലായിട്ട് ഇപ്പം നമ്മുടെ ഈ B2Cയിൽ വരാറില്ല, B2Bയിലാണ് അത് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അവിടെയും നമ്മളുടെ ഇൻ്റലിജൻ്റ് ഏജൻറ്റ് വളരെ ഇഫക്റ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പേയ്മെൻറ്റ് ആൻഡ്
പേയ്മെൻറ്റ് ആൻഡ് ഡെലിവറി എന്ന് പറഞ്ഞാൽ നെഗോസിയേഷൻ സ്റ്റേജ് കഴിഞ്ഞ് ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡെലിവറി ഓപ്ഷൻസ് അത് ചൂസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആക്കി കൊടുക്കുക. അതും ഇൻ്റലിജൻറ്റ് ഏജൻറ്റിൻ്റെ സഹായത്തോടെ ചെയ്യാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അഞ്ചാമത്തെ പ്രോഡക്റ്റ് സർവീസ് ആൻഡ് ഇവാലുവേഷൻ പോസ്റ്റ് പർച്ചേസ് സ്റ്റേജ് വരുന്നത്. നമുക്ക് പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ സർവീസ് കൊടുക്കാം, കസ്റ്റമർ സർവീസ് എങ്ങനെ കൊടുക്കാം, അതുപോലെ സാറ്റിസ്ഫാക്ഷൻ ലെവലിൻ്റെ ഇവാലുവേഷൻ, ഇതെല്ലാം ആ ഒരു ടോട്ടൽ ബൈയിങ് എക്സ്പീരിയൻസ് എല്ലാതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ആ ഒരു സ്റ്റേജിൽ വരുന്നത്. അതും വളരെ ഇഫക്റ്റീവായിട്ട് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ 5 സ്റ്റേജസിലും നമ്മളുടെ ആ ഒരു ഏജൻറ്റിൻ്റെ റോൾ ഒരു മീഡിയേറ്റർ എന്ന നിലയ്ക്ക് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശരിക്കും വളരെ സൂട്ടബിളായിട്ട് നമ്മളെ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിനെ ഇൻവോൾവ് ചെയ്യിച്ചിട്ടുള്ള രീതിയിലുള്ള മീഡിയേഷനാണ് നമ്മുടെ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഫർമേഷൻ ഫിൽറ്ററിങ്ങിനും ഇൻഫർമേഷൻ റിട്രീവലിനും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷനും കോംപ്ലക്സ് കോർഡിനേഷനും ടൈം ബേസ്ഡ് ഇൻട്രാക്ഷൻസിനും എല്ലാം നമ്മുടെ ഇൻ്റലിജൻറ്റ് ഏജൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പം ശരിക്കും അതിൽ എടുത്തു പറയാവുന്നത് നമ്മുടെ ഈ നീഡ് ഐഡൻറ്റിഫിക്കേഷൻ നടത്തി ഇമ്മീഡിയറ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റിന് ഇൻഫർമേഷൻസ് കൊടുക്കുക, അതുപോലെ പ്രോഡക്റ്റ് മർച്ചൻറ്റ് ബ്രോക്കറിങ് നടത്തുക, നെഗോസിയേഷൻ സ്റ്റേജിലൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് അങ്ങനെ ശരിക്കും നല്ല ആ ബൈയിങ് ബിഹേവിയർ മോഡലിന് സപ്പോർട്ടീവായിട്ടാണ് നമ്മുടെ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ആക്ട് ചെയ്യുന്നത്.